ഈ തെരഞ്ഞെടുപ്പിന് കണ്ട ഏറ്റവും അശ്ലീലകരമായൊരു കാര്യമാണ് വികസനം എന്ന് പറയുന്നത് ഒരു ഔദാര്യമാണെന്ന് തോന്നും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കാലാകാലങ്ങളായി തിരഞ്ഞെടുക്കുന്നത് ഭരണഘടന അനുസരിച്ച് വികസനം ചെയ്യാൻ തന്നെയാണ്. അതിനാണ് നമ്മൾ പണം കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്, ഈ കണ്ടപത്രാദി ചേട്ടന്മാരെല്ലാം ചുമക്കുന്നത്. 40 വണ്ടിയിൽ അങ്ങോട്ട് തെക്ക് വടക്ക് നടന്ന് കറുത്ത വണ്ടി കയറി കറുത്ത കൊടിക്കാരെയെല്ലാം അടിക്കാനും പിടിക്കാനും കറുത്ത ബനിയൻ ഇടുന്നവനെയും കറുത്ത വർഗ്ഗക്കാരനെയും കൊല്ലാനല്ല പിണറായി വിജയന് പണം കൊടുത്തത്. 40 വണ്ടി ഓടുമ്പോൾ, നമ്മളെ ടാക്സ് എടുത്ത് ഓടുമ്പോൾ ഒന്നും പറയാതിരുന്നത്. 7 ലക്ഷം രൂപയ്ക്ക് പാരീസിൽ പോയി 7 ലക്ഷം രൂപ ഒരു ദിവസമുള്ള ഹോട്ടലിൽ താമസിച്ചുവെന്ന് സാബു ജേക്കബ് പറയുമ്പോൾ ആ ഒരു ദിവസം 7 ലക്ഷം രൂപയ്ക്ക് താമസിക്കണമെങ്കിൽ 10 ദിവസം അല്ലെ 5 ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ 35 ലക്ഷം രൂപയുണ്ട്. 35 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 വീട് വെച്ച് കൊടുക്കാം ഇവിടെ ആളുകൾക്ക്. ആ പണം കേരള സർക്കാർ ഇവിടെ 4.5 ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കുമ്പോൾ ജനത സഹിക്കുന്നത് വികസനം ചെയ്യാനാണ് മാഷേ. പക്ഷേ പിന്നെ വാങ്ങിച്ച് നക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് എം മണി പറയുന്നു. പിന്നെ അദ്ദേഹം തിരുത്തി. സകലയിടത്ത് 10 വർഷം കറണ്ടില്ല, കറണ്ട് പോവാത്ത 10 വർഷം, റേഷൻ തന്ന 10 വർഷം, ഇങ്ങനെ സകലതും ഞങ്ങൾ തന്നില്ലേ എന്ന് പറയുന്ന ഒരു ദാന പ്രക്രിയ പോലുള്ള ഒരുതരം അശ്ലീലമാണ് ഈ തെരഞ്ഞെടുപ്പിന് കണ്ടത്. ചുറ്റും കുറേ പിന്നെ ഫൈമി കാമുകന്മാരെയും കുറേ PR വർക്കുകാരെയും മാർക്കറ്റിംഗ് വർക്കുകാരെയും ഒക്കെ ചുറ്റും നിർത്തി അതിൻ്റെ ഭാഗമായി കുറേ PR വർക്കും ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 272 കോടി രൂപയ്ക്ക് ഫ്ലെക്സും ബോർഡും ബാനറും ഒക്കെ വച്ചിട്ട് ഞങ്ങൾ ഔദാര്യം ചെയ്തു എന്നാണ് കേരള സർക്കാർ ജനങ്ങളോട് പറഞ്ഞത്. അതിനുള്ളൊരു തിരിച്ചടി ആയിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് അറിയേണ്ടത്. വികസനം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഞങ്ങൾ ഇന്ന വികസനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് PR പറയാം, അല്ലെങ്കിൽ അത് പത്രത്തിൽ പറയല്ല. പക്ഷേ അതാണ് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനല്ലാതെ ഇനി ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും പോടെ പയ്യൻസ് വേറെ ആളുകളുണ്ട് എന്ന് നമുക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 85-നും റാഷിദിൻ്റെ CP റാഷിദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 90 മുതൽ 112 വരെ സീറ്റും. എന്നാൽ മറ്റ് പലരുടെയും കണക്കുകൾ വെച്ചിട്ട് ഒരു 85-90 സീറ്റ് UDF പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ഈ സാധ്യത കാണുന്നത് ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെറിയ വികസന പ്രവർത്തനം നടത്തിയിട്ട് ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിച്ചതിൻ്റെ, ഇക്കിളിപ്പെടുത്തിയതിൻ്റെ, മസാല വർത്തമാനം പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഇപ്രാവശ്യം പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് കിട്ടുന്നത്. ഒരു വ്യക്തി അധിഷ്ഠിതമായ പൊളിറ്റിക്സ് കൊണ്ടുപോയതിനുള്ള വലിയ തിരിച്ചടിയായിരിക്കും ഈ ഗവൺമെന്റിന് ഉണ്ടാകാൻ പോകുന്നത് തോൽക്കുകയാണെങ്കിൽ. ഇനി അല്ല, ഇതും കുഴപ്പമില്ല, രാജാധിപത്യവും ഏകാധിപത്യവും ഡിക്റ്റേറ്റർഷിപ്പും ഒക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ്, ഞങ്ങൾക്ക് കുറച്ച് അപ്പവും കിറ്റും പിന്നെ വികസനവും മതി, ക്ഷേമ പെൻഷനും മതി എന്നാണ് ജനങ്ങൾ പറയുന്നതെങ്കിൽ മറ്റൊന്നും പറയാനില്ല. ജനാധിപത്യത്തിനോടുള്ള ഒരു മമതയില്ലായ്മ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ അല്ല, ഇത് ഇങ്ങനെ തിരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുക, ആളുകളോട് കടക്ക് പുറത്തെന്ന് പറയുക, പത്രക്കാരോട് 2 ചോദ്യം പറഞ്ഞിട്ട് പിന്നെ മതിയെന്ന് പറയുക, അങ്ങനെ വലിയ ജനാധിപത്യ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളും ദാനം നൽകുന്ന രീതിയിലുള്ള ഒരുതരം അപ്രോച്ചും സമീപനവും ഒക്കെയാണ് കേരളത്തിൽ കണ്ടത്. അതിനുള്ള തോൽവി കൂടി ആയിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് സംഭവിക്കുക? അങ്ങനെ സംഭവിക്കുമെന്നാണ് എല്ലാ കാൽക്കുലേഷൻസും പറയുന്നത്, എല്ലാ ഫൈൻഡിങ്സും പറയുന്നത്. തുടക്ക സമയത്ത് LDFന് കുറച്ച് അപ്പർ ഹാൻഡ് ഒക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അവസാനം ഇലക്ഷൻ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് UDF തിരിച്ചധികാരത്തിൽ വരുമെന്നും LDFന് അധികാരം നഷ്ടപ്പെടുമെന്നുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായ രീതിയിലാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കും. വികസനം ഔദാര്യമല്ല, ദാനമല്ല എന്ന് പറയുന്ന ജനങ്ങളുടെ ഒരു ഉത്തരം കൂടിയായിരിക്കും.